ഹായ് ഹലോ എന്തെല്ലാന്ന് ഞാൻ പമ്പ് പോയി എണ്ണ അടിക്കുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ ഞാൻ എങ്ങോട്ടൊക്കെ ഉള്ള യാത്രയാണ്. എങ്ങോട്ടൊക്കെ പോകുന്നത് പറയുന്നതിന് മുമ്പ് ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചു. കുറേ ദിവസമായി ഞാൻ ഈ സാധനം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നത്. ആകെ 100 രൂപയേ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ കാറിൽ പോകുന്നത് കൊണ്ട് എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഇന്നാണെങ്കിൽ എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ. എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഈ സ്ഥലം മട്ടന്നൂരാന്ന് എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും ഇത് മട്ടന്നൂരാണ്. അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം മട്ടന്നൂർ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ യാത്ര വേറെ എങ്ങോട്ടേക്കല്ല, കണ്ണൂർ ജില്ലയിലെ പാലുകാച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനൊരു കണ്ണൂർക്കാരനായിട്ട് കൂടി ഇതുവരെ പാലുകാച്ചിപ്പാറയിലേക്ക് പോയിട്ടില്ല. ഞാൻ പോയാലല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതൊരു അടിപൊളി സ്ഥലമാണെന്ന്. അപ്പോൾ ഞാൻ വേറെ നോക്കിയില്ല. എനിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ പൊറുക്കി ബാഗിലിട്ടിട്ട് ഞാൻ വണ്ടി എടുത്ത് വിട്ട്. എൻ്റെ വീട്ടിൽ നിന്ന് 18 കിലോമീറ്റർ ഉണ്ട് പാലുകാച്ചിപ്പാറയിലേക്ക്. പക്ഷേ മട്ടന്നൂരിൽ നിന്ന് 8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദൂരം ഞാൻ വണ്ടി ഓടിച്ച് പോയപ്പോഴേക്കും പാലുകാച്ചിപ്പാറേൻ്റെ ബോർഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കുന്നു. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ 2 ഏട്ടന്മാർ പറഞ്ഞു ഇതുവഴിയാണ് പോകേണ്ടതെന്ന്. ഒരു നല്ലൊരു ഇടുങ്ങിയ വഴിയാണ്. പിന്നെ പോലീസിൻ്റെ ബോർഡെല്ലാം കണ്ടായിരുന്നു. മഴ പെയ്തിട്ട് വെള്ളം ഒലിച്ചു വന്നോണ്ട് അറിയില്ല, അവിടുത്തെ വഴിയെല്ലാം ഫുള്ള് ചിരളും മണ്ണും കല്ലും മാത്രമായി മാറിനി. മഴയായി ചൂടി വേർത്ത് ഒരു കൊടും കുന്നു. എന്നെ കാണുമ്പോൾ ഒരു ഫോട്ടോന് പോസ് ചെയ്തിരുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ? അങ്ങനെയല്ല കേട്ടാ, ഞാൻ ഏകദേശം സൈഡായി. കുന്ന് കയറിയിട്ട് ഏകദേശം പണ്ടാരടങ്ങിയിട്ടുണ്ടത്. പിന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, മോളെ പോയിട്ട് നമുക്ക് കാണുന്നൊരു വ്യൂ, അത് മാത്രം മനസ്സിൽ വിചാരിച്ച് എങ്ങനെയൊക്കെയോ നടന്ന് കയറി. പോകുന്ന വഴിയെന്ന് വെച്ചാൽ അത്ര നല്ല സുഖമുള്ള വഴിയൊന്നുമല്ല, നല്ല ടാസ്ക് പിടിച്ച വഴിയായിരുന്നു. ഒരു പ്രാവശ്യം വീഴും ചെയ്ത്, അത് വേറെ കാര്യം. ഇത്രയും കഷ്ടപ്പെട്ട് അതിന് മുകളിൽ പോയിട്ട് ഒന്നും ഉണ്ടാവില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ മഴയായതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ നടന്നത്. പക്ഷേ അതിന് മുകളിലെത്തിയപ്പോഴാണ് ഇത്രയും അടിപൊളി സ്ഥലം, അതായത് ഞാൻ ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ലല്ലോ എന്നെല്ലാം തോന്നിപ്പോയി. പെയ്യാൻ കാത്തിരിക്കുന്ന കാർമേഘവും ചെറിയ വെയിലും എല്ലാം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ കവി അങ്ങ് പുറത്ത് വന്നു. പിന്നെ ഞാനത് അവിടെ ഇടയ്ക്ക് അങ്ങ് വെച്ചു. ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. എങ്ങനെയും എനിക്ക് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ഫീലിങ്സിലായിരുന്നു ഞാൻ ഉണ്ടത്. പക്ഷേ ആ മുകളിലെത്തി നോക്കുമ്പോൾ ഇല്ലേ, അവിടുന്ന് കണ്ട ആ വ്യൂ കണ്ടപ്പോൾ ഇല്ലേ, ഇല്ലാത്ത എനർജി വരെ എനിക്ക് വന്നു. എന്ന് വെച്ചാൽ വല്ലാത്തൊരു സുഖമായിരുന്നു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞറിയിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുമെന്ന് അറിയില്ല, അത് കണ്ട് തന്നെ അനുഭവിക്കണം. എനിക്കൊരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നത്. അപ്പോൾ ഞാൻ കുറേ സമയത്ത് കാത്തിരുന്ന ശേഷം ഞാൻ വിചാരിച്ച സംഭവം നടന്നു. മഴ പെയ്തു. ഈ റെയിൻ കോട്ട് വാങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകണ്ടേ? ഉപകാരമല്ല, ഞാൻ ആഗ്രഹിച്ചതായിരുന്നു മുകളിൽ കയറുമ്പോൾ തന്നെ ഒരു മഴ തന്നെയാണെന്നുള്ളത്. കുറേ സമയത്ത് കാത്തിരുന്ന ശേഷം മഴ പെയ്തെന്തായാലും. മഴ പെയ്തപ്പോൾ ഭയങ്കര സുഖമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറേ നേരം വെയിലും ഉണ്ടതുകൊണ്ട് അറിയില്ല, ആ തണുത്ത കാറ്റും ആ മഴയും ആ മഴച്ചാറിലും കൊള്ളുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, പ്രത്യേക സുഖമായിരുന്നു. അത് പോയവർക്ക് മാത്രമേ അവിടെ മനസ്സിലാവും. ആ സുഖം അങ്ങനെ കുറേ നേരത്തേക്കൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴേക്ക് ആ മഴയെല്ലാം മാറി നല്ല വെയിൽ വരാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ റെയിൻകോട്ടെല്ലാം ഊരി വെച്ച് ആ പാറേൻ്റെ മുകളിൽ കയറിയിരുന്ന് കുറച്ച് സമയം കാറ്റൊക്കെ കൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി താഴോട്ടേക്ക് ഞാൻ നടന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.